എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അമ്മ ഇപ്പോഴും ചോക്ലേറ്റ് എടുത്ത് അവന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം വരുമ്പം കൊടുക്കാനായിട്ട്. ഈ ബർത്ത്ഡേയുടെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കാണ് അവന്. കാരണം അവ അതിന്റെ പിറ്റേ നിങ്ങൾ എത്തേണ്ട ആളാണ്. സംസാരിച്ച് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്ന ആളാണ്. വീഡിയോ കോളിൽ ഞങ്ങളെ വിളിച്ചിട്ട് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ആള് പെട്ടെന്ന് അറിയുന്ന പിറ്റേ ദിവസം മരണപ്പെട്ടെന്ന്. എങ്ങനെ നമ്മൾ വിശ്വസിക്കും? മരണം സംഭവിക്കത്തക്ക രീതിക്കുള്ള മുറിവ്, പുറമേ ഒന്നും കണ്ടില്ല. നമസ്കാരം. ഇന്ന് വിഷു ആണ്. ഒരു ശരാശരി മലയാളി കുടുംബത്തെ പോലെ തന്നെ വിഷു ആഘോഷിക്കേണ്ടുന്ന സമയത്ത് നെടുമങ്ങാട് ഒരു വീട്ടിൽ വളരെയധികം വലിയ രീതിയിൽ ഉച്ചത്തിലുള്ള നിലവിളികളാണ് കേൾക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിതിന്റെ വീട്ടിലാണ്. ചേച്ചി ഈ പറയുന്നത് പോലെ ഇന്ന് അനിയനൊപ്പം വിഷു ആഘോഷിക്കേണ്ടുന്ന ദിവസമായിരുന്നു. അമ്മ ഇപ്പൊ ലീവിന് വരുമ്പോ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാണ്. അതിന് അതും കൂടെ പ്രമാണിച്ചാണ് ഞങ്ങൾ ഇങ്ങ് വന്നത്. നമ്മളെല്ലാരും വീട്ടിലുണ്ടായിരുന്നു. 4 ദിവസത്തെ ലീവ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് ആദ്യം. 4 ദിവസത്തെ ലീവ് ഉണ്ട്. അതിന് വേണ്ടി അവൻ തിരിച്ചു വരാനായിട്ട് ടിക്കറ്റ് എടുത്ത് നേരത്തെ മാർച്ചിന് അവൻ ടിക്കറ്റ് എടുത്തിട്ട് നിൽക്കായിരുന്നു. ഈ 4 ദിവസത്തെ ലീവ് ഉണ്ടെന്ന് പറഞ്ഞു വരാൻ നിൽക്കുന്ന നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യൂല. ഒരിക്കലും ചെയ്യൂല. സംശയങ്ങളുണ്ടോ? സംശയങ്ങൾ അത്രേ ഉള്ളൂ. നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ട് ഇപ്പോഴുവരെയും എന്റെ അനിയൻ എന്തിന് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു സംശയമുണ്ട്. അതും കോളേജ് കെട്ടിടത്തിൽ നിന്ന് നമ്മൾ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്നുള്ള എന്തോ ഇഷ്യൂസ് തന്നെയാണ്. അത് 100% ഉറപ്പുമാണ്. ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായിട്ടും ലോൺ ആപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നത്. ഒരു ലോൺ ആപ്പിലേക്ക് അത് ഒതുക്കണ്ട. അത് ലോൺ ആപ്പല്ല. അവരുടെ ലോൺ ആപ്പിന്റെ പേരിലും കൂടെ അവരായിരിക്കും കൂടുതലും. ലോൺ ആപ്പുകാരെ കാട്ടിയും കൂടുതൽ പീഡനം കിട്ടിയിരിക്കുന്നത് എന്റെ അനിയന് കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കും. ഉറപ്പാണ്. ഇപ്പൊ ഒരുപാട് വിമർശനങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പറയാൻ പാടില്ലെങ്കിൽ പോലും പറയാണ്. നമുക്കിപ്പോ വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരം മാത്രമാണ് ഇത് എന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം? വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോൾ അത് അവർ ഈ പറയുന്നവർക്ക് അവരവരെ വീട്ടിൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. ഞങ്ങൾ 3 മക്കളാണ്. 2 പെണ്ണും 1 ആണുമാണ്. ഞാനാണ് മൂത്ത ആള്. ഏറ്റവും ഇളയ എന്റെ 9 വയസ്സിന്റെ വ്യത്യാസമാണ് ഞാനും അവനും തമ്മിൽ. അങ്ങനെ ഉള്ള ഒരാള് നമുക്ക് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീല് അത് വേറെ ഒന്നാണ്. അവൻ ഈ 22 വർഷം വരെ അവൻ കഷ്ടപ്പെട്ടാണ് അവൻ പഠിച്ചത്. അത്രത്തോളം നല്ല കഷ്ടപ്പെട്ട് പഠിച്ച കൊച്ച് അവൻ പെട്ടെന്ന് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അവൻ എല്ലാ കാര്യങ്ങളും പറയും. എല്ലാ കാര്യം അപ് ടു ഡേറ്റ് ആണ് അവൻ. അതുപോലെ തന്നെ അവൻ അന്ന് നമുക്ക് എന്നെ ഒരു 11-19 എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. പൈസ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഇട്ടും കൊടുത്തു. അപ്പോഴും ഹാപ്പി ആയിട്ട് സംസാരിച്ച കൊച്ച് പറയണ ഉച്ചയ്ക്ക് ശേഷം മരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു 9-ാം തീയതി. അപ്പൊ ഞങ്ങൾ വീട്ടിൽ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വീഡിയോ കോളിൽ സംസാരിച്ച് ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് നിന്ന ആളാണ്. വീഡിയോ കോളിൽ ഞങ്ങളെ വിളിച്ചിട്ട് ചിരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന ആള് പെട്ടെന്ന് അറിയുന്ന പിറ്റേ ദിവസം മരണപ്പെട്ടെന്ന്. എങ്ങനെ നമ്മൾ വിശ്വസിക്കും? എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അമ്മ ഇപ്പോഴും ചോക്ലേറ്റ് എടുത്ത് അവന് ഫ്രിഡ്ജിൽ വെച്ചേക്കണം വരുമ്പം കൊടുക്കാനായിട്ട്. ഈ ബർത്ത്ഡേയുടെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കാണ് അവന്. കാരണം അവ അതിന്റെ പിറ്റേ നിങ്ങൾ എത്തേണ്ട ആളാണ്. ആ എത്തേണ്ട ആൾ എന്തിനവിടെ കോളേജിൽ സൂയിസൈഡ് ചെയ്യണം? ഈ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന സംഭവത്തിൽ എന്താണ് സംശയം ഉണ്ടാകുള്ള? ഒത്തിരി സംശയമുണ്ട്. ഇപ്പം അവൻ ആദ്യം അവർ പറഞ്ഞ് 2 നിലയുടെ മണ്ടയെന്ന് ചാടിയെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ 5 നിലയുടെ മണ്ടയെന്നാണ് അവൻ ചാടിയെന്ന് പറഞ്ഞ്. പിന്നെ പറയുന്നത് ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ അത് സൺഷെയ്ഡിനെ കാട്ടിയും ഈ സൈഡിനെ കാട്ടിയും ഒരു അല്പം കൂടെ പൊക്കമുള്ള സ്ഥലത്തു നിന്നാണ് അവൻ ചാടി. അങ്ങനെ ഉള്ളൊരു സ്ഥലത്തു നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അവന്റെ ദേഹത്ത് വരേണ്ടതായിട്ടുള്ള മുറിവുകളില്ല. കാലിനൊരു ഫ്രാക്ചർ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് മറ്റ് ഇവിടെ നിന്ന് പോയി കണ്ടിട്ട് വന്ന ആൾക്കാർ ചേട്ടനൊക്കെയാണ് പോയി കണ്ടത്. വന്നിട്ട് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവ്, അവനൊരു മരണം സംഭവിക്കത്തക്ക രീതിക്കുള്ള മുറിവ്, പുറമേ ഒന്നും കണ്ടില്ല. ഇന്റേണൽ ഇഞ്ചുറിയെ കുറിച്ചൊന്നും അവർക്ക് നമുക്ക് പുറമേ നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവര് ഹോസ്പിറ്റലില് 1:30 ചാടി എന്റെ അനിയന 3:30 വരെ 3:30 അവൻ മരിച്ചെന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്ത് ട്രീറ്റ്മെന്റ് അവർ കൊടുത്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. എന്ത് ഫസ്റ്റ് എയ്ഡ് അവർ കൊടുത്തു? ബ്ലഡ് അടച്ചെന്ന് പറയുന്നു. ബ്ലഡ് അടച്ച കാര്യത്തിൽ തന്നെ ഒരു ദുരൂഹതയാണ്. അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ കുറച്ചു നേരം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു റോഡ് ആക്സിഡന്റ് സംഭവിച്ചു വരുന്ന ഒരു വ്യക്തി അവരെ ബ്ലഡ് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാർക്ക് കുറെ സമയം എടുക്കും. നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാന്ന് വെച്ചാൽ പെട്ടെന്ന് അറിയാം. പിന്നെ അവന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്. പെട്ടെന്ന് കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. അതിനുവേണ്ടി അവർ ക്ലാസ്സുകളിൽ എല്ലാ ക്ലാസ്സിലും പോയി പറഞ്ഞെന്ന് ആരെങ്കിലുമൊക്കെ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ വന്ന് ബ്ലഡ് കൊടുക്കൂ. അത് ഒരു പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു കൊച്ചിന് ഇങ്ങനെ ആവശ്യം വന്ന് ആ സമയത്താണ് സീനിയേഴ്സ് അറിഞ്ഞത്. അപ്പൊ സീനിയേഴ്സ് പറഞ്ഞ് ചേച്ചി അവൻ ചാടിയ സ്ഥലത്ത് ബ്ലഡിന്റെ ഒരു ഇതും കണ്ടില്ല. അവന് കാലിലൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. വേറെ ഒരു ഡീറ്റെയിൽസ് അവർക്ക് അറിയത്തില്ല. ഇവരെ ഹോസ്പിറ്റലിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് പോലും പെട്ടെന്ന് അറിയാൻ പറ്റാത്ത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇല്ലെന്നല്ലേ നമ്മൾ വിശ്വസിക്കാൻ? ബ്ലഡ് ബാങ്ക് ഉണ്ടെങ്കിൽ അവർ ബ്ലഡ് അന്വേഷിച്ച് ഓടൂലല്ലോ. ആ ബ്ലഡ് ബാങ്കും ഇല്ലെന്നുള്ള സ്ഥലത്താണെങ്കിൽ അവർ വേറെ ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് എന്റെ അനിയനെ കൊണ്ടെത്തിച്ചില്ല? കൊണ്ടെത്തിക്കാന്നുള്ള ദൂരമുള്ള അടുത്തുള്ള മറ്റു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. നല്ല ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തൂടെ? അവിടെ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജാണ്.
അവിടെ ഈ ബ്ലഡ് ഗ്രൂപ്പിന്റെ അതുപോലെ അറിയാനായിട്ടുള്ള ഫെസിലിറ്റി കുറവായിരുന്നു. അവൻ ഐസിയുല് ആദ്യം പറഞ്ഞ ഐസിയുല് പ്രവേശിച്ചു, പിന്നെ പറഞ്ഞ ഒബ്സർവേഷനിലായിരുന്നു. അവിടെ അവൻ എന്ത് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് ഈ നിമിഷം വരെ അറിയില്ല. കോളേജിൽ നിന്ന് ഒരുത്തര് പോലും പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, ഈ നിമിഷം വരെ ഒരു കോള് വന്നിട്ടില്ല. ഈ നിമിഷം വരെയും വന്നിട്ടില്ല. പിന്നെ ഈ ടീച്ചറിനെ സംബന്ധിച്ചൊരു ലതാ മാം എന്ന് പറഞ്ഞിട്ട് അവന് ഇഷ്ടമുണ്ടായിരുന്ന ടീച്ചർ തന്നെയാണ് അവര്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലതാ മാമിന്റെ ഫോണിലേക്കാണോ? ലതാ മാം, ബിയാട്രിസ് മാം എന്ന് 2 മാമിനെയാണ് അവന് ഭയങ്കര ഇഷ്ടം. അതിൽ ഈ ലതാ മാമിനെക്കാട്ടി അവന് ഇഷ്ടം ബിയാട്രിസ് മാമിനെയാണ്. ഇവർ രണ്ടുപേരെ കുറിച്ച് എപ്പോഴും പറയും. അതിൽ ബിയാട്രിസ് മാം നല്ല സ്നേഹമാണ്, അതാണ് ഇങ്ങനെയൊക്കെ പറയും. ലതാ മാമിനെ കുറിച്ചും പറയും, സപ്പോർട്ടീവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇത്രയും സപ്പോർട്ടീവായ ഒരു സ്ത്രീ എന്തുകൊണ്ട് എൻ്റെ അനിയൻ്റെ അടുത്ത് ഇങ്ങനെ ഒരിത് വന്നപ്പോഴത്തേക്ക് ചോദിച്ചില്ല? എടാ നീ ഒരു കാര്യം ചെയ്യും, അവർക്ക് സംശയമാണെങ്കിൽ ശരി, നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിൽ വിളിച്ചിട്ട് എനിക്ക് ഞാൻ ചോദിക്കട്ടെ എന്നവർക്ക് പറഞ്ഞുകൂടായിരുന്നു. അവൻ എടുത്ത കോടികളും ലക്ഷങ്ങളൊന്നും ആയിരുന്നില്ല. അത് അവൻ്റെ വീട്ടുകാർക്ക് അറിയാമെന്നുള്ളത്. അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യവും ശരി, വ്യക്തിപരമായിട്ടുള്ള കാര്യം. കോളേജിൽ ഒരു ടീച്ചറിന് കോൾ വന്നു, അവരെന്തുകൊണ്ട് പാരൻസിൻ്റെ അടുത്തൊന്നും ഇൻഫോം ചെയ്തില്ല? അവരെന്തിന് ഫോണ് പിടിച്ചു വാങ്ങിച്ച് വെച്ച്? എൻ്റെ അനിയൻ ഇത്രയും ഹാരാസ്മെന്റ് കൊടുത്തിട്ട് ഫോണ് പിടിച്ചു വാങ്ങിച്ച് എന്തിനു വെച്ച്? അവൻ ആരെങ്കിലും വിളിച്ചൊന്ന് അറിയിക്കണ്ടേ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായെന്ന്? അവന് വിളിച്ചറിയിക്കണ്ടേ അവന്? അതിനെങ്കിലും അവർ സമ്മതിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് നമുക്കുണ്ട്. അവരെ ഭാഗത്ത് തന്നെയാണ് 100% തെറ്റെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒന്ന് അവർക്ക് വിളിച്ചറിയിക്കായിരുന്നു. എൻ്റെ അനിയൻ്റെ പൊട്ടിയ ഒരു കണ്ണാടി കഷ്ണം ഇപ്പോഴും കോളേജിൽ അവൻ വീണന്റെ സ്ഥലത്ത് തന്നെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് പോയ ആൾക്കാരിൽ അവരതെടുത്ത് കൊടുത്തു പോലും വിട്ടിട്ടില്ല. അവിടെ ഇരിപ്പുണ്ട് ആ കണ്ണാടിയുടെ പീസ്, ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത, അവന്റെ തിങ്സ് എല്ലാം കൊടുക്കേണ്ടതല്ലേ അവര്? അത്രയ്ക്ക് ഒരു പട്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും കണക്കാണ് ഞങ്ങൾ പോയി എൻ്റെ അനിയന്. സീനിയേഴ്സ് പിള്ളേരാണ് അവിടെ വെച്ചിട്ട് അവന് ഒരു പൊതുദർശനം വെക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തത്. ആദ്യം ചേട്ടനൊന്നും സമ്മതിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്. അപ്പം പിള്ളേർ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് അവനെ കാണണം, അവസാനമായിട്ടൊന്ന് കാണണം, ഒന്ന് വെക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ പൊതുദർശനത്തിന് വെച്ചു. അതും സ്റ്റാഫോ അവിടുത്തെ മറ്റു ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ വെച്ചു, കാണിച്ചു, എൻ്റെ അനിയനെ ഇങ്ങ് കൊണ്ടുവന്നു. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പാണ് കാണിച്ചത്, പരിഹാരത്തേക്ക് കൊണ്ടുപോയി. ഇത്രയും ദിവസമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എത്ര ലാഗ് ആവുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇന്നും ചോദിച്ചായിരുന്നു, സാറേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ? ഇല്ല, കിട്ടിയിട്ടില്ല, കിട്ടിയാൽ നിങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ഈ സംശയങ്ങൾ വിരൽ ചൂണ്ടുന്ന ഒരു കൊലപാതകത്തിന് തന്നെയാണ്. അവര് മാനസികമായിട്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൊലപാതകം തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അവര് ഒരു കൊച്ചിന്റെ ഒരു കാര്യം കൊണ്ടാക്കിയ പാരന്റ്സിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ലേ? കോളേജുകാർക്ക് അവരതൊന്നും ചെയ്തിട്ടില്ല. ചേച്ചിയോട് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ ഇങ്ങനെയാണ് ഈ റാമിനെ പോലുള്ള അധ്യാപകർ അവിടെ? നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ റാം അവനെ ക്ലാസ്സിൽ വെച്ച് ഹരാസ് ചെയ്തതിന്റെ അന്ന് ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. ഇതാണ് റാം എന്നും പറഞ്ഞ് വായിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് എന്താ പറഞ്ഞത്? എത്ര കാലമായിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട്? അത് ഈ ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത്. ക്ലാസ്സിൽ വെച്ചിട്ട് അത്രത്തോളം എൻ്റെ അനിയനെ അപമാനിച്ചു ഇയാള്. അത്രത്തോളം ആ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ, കൊച്ചു തന്നെ പറയുന്നുണ്ട്, അവൻ സഹിച്ചതിന്റെ. അവൻ ആ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്നെ മാത്രം എന്തിനും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നു, സഹിക്കാവുന്നതിനും അപ്പുറം ആയി വരെയാണ് ആശ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെ പറഞ്ഞു, എടാ നീ സമാധാനമായിട്ടിരി, നീ സമാധാനമായിട്ട് പഠിച്ച് വയ്യാൽ, ഇനി അടുത്ത വർഷം നമുക്ക് ഇല്ലല്ലോ, നീ സമാധാനമായിട്ട് ഇരി എന്ന് പറയും. ഈ റാമിനെയും കൂടെ റാമിനെ പേടിച്ചിട്ടാണ് എൻ്റെ അനിയ വീണ്ടും ഈ എൻട്രൻസ് എഴുതണത്. അപ്പം വീണ്ടും എൻട്രൻസ് എഴുതുന്നതിന്റെ കാര്യം പോലും അവിടെ നിന്ന് മാറണം, എങ്ങനെയും അവിടെ നിന്ന് മാറണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വർഷം തള്ളി നീക്കാൻ വേണ്ടി അവൻ നിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആള് സൂയിസൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റാമിനെ ഇപ്പൊ പുറത്താക്കി എന്നുള്ളതേ ഉള്ളൂ. അയാൾ എവിടെ? ഇതുവരെയ്ക്കും അയാളെ കണ്ടിട്ടില്ല. അയാൾ എവിടെ? ഇത്രയും കുട്ടികൾ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഇത്രയും ഹരാസ് ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? സംഗീത മാം ഓക്കെ, അവർ മറ്റു കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ, എൻ്റെ അനിയന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. എങ്കിൽ റാമിനെ അറസ്റ്റ് ചെയ്യണ്ടേ ഇവര്? റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? റാമിനെ അറസ്റ്റ് ചെയ്യണ്ടേ? അവര് ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ ഓരോ കുട്ടികൾ വന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് നെഞ്ചുപൊടിയാണ്. കാരണം എൻ്റെ അനിയെ ഇത്രത്തോളം ദുഷ്ടരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് നിന്നതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമാണ് തോന്നുന്നത്. അവനെ നമ്മൾ വിട്ടത് എന്തിനെന്നുള്ളൊരു ചിന്ത. അവൻ ആദ്യം നഴ്സിങ്ങിന് കിട്ടി, ഈ വർഷം തന്നെ കിട്ടിയത് BSc നഴ്സിങ്ങിന് കിട്ടി. അവിടെ നിന്ന് അവന് വീണ്ടും ഹയർ ഓപ്ഷൻ വെച്ചിട്ട് ഇവിടെ ഇതിന് കിട്ടി, ആയുർവേദ ഡോക്ടറിന് കിട്ടി. അവിടെ നിന്ന് വീണ്ടും ഹയർ ഓപ്ഷൻ വെച്ചിട്ടാണ് ഇവിടെ കിട്ടിയത്. അവന് 3 ഓപ്ഷൻ വെച്ച് ജിപ്മറിൽ അഡ്മിഷൻ കിട്ടി. ജിപ്മറിൽ അവന് നഴ്സിങ്ങിന് കിട്ടി. ഞങ്ങൾ പറഞ്ഞു അതിന് പോടാം, അതാണ് ഏറ്റവും ബെറ്റർ. എല്ലാവരും പറഞ്ഞു അവൻ്റെ അടുത്ത്, അത് പറ്റത്തില്ല, എൻ്റെ പേരൻ്റെ ഫ്രണ്ടിൽ ഡോക്ടർ വേണം.
ആ ഒരു ആഗ്രഹത്തിൽ പോയ ആളാണ് അവൻ. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനനുസരിച്ച് അതിനകത്ത് എന്തെങ്കിലും സംസാരം ഉണ്ടായിട്ടുണ്ടാവാം. ഇവരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ രക്ഷിക്കാൻ ആരോ പക്ഷേ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രിൻസിപ്പളിന്റെ സംസാരം കേട്ടിട്ട് അത് നമുക്ക് തോന്നുന്നുണ്ട്. പ്രിൻസിപ്പൾ എന്തോ മറച്ചു വെച്ച് സംസാരിക്കുന്നു. പ്രിൻസിപ്പൾ അധികം സംസാരിക്കുന്ന കൂടിയില്ല. ഈ പ്രിൻസിപ്പൾ ഇപ്പോഴാണ് ഇവിടെ വന്നത്. പക്ഷെ പുള്ളിക്കാരനാണ് എൻ്റെ അനിയൻ ഈ റാമിനെ സംബന്ധിച്ച് പരാതി കൊടുത്തത്. അതിനെക്കുറിച്ച് പ്രിൻസിപ്പൾ പറയുന്നേ ഇല്ല. അവൻ പ്രിൻസിപ്പളിന് കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ളതിന് അവൻ കുട്ടികളോട് സംസാരിച്ച തെളിവും ഞങ്ങൾക്ക് അയച്ച തെളിവും ഉണ്ട്. മെസ്സേജ് അയച്ചായിരുന്നു. എടാ ഞാൻ പ്രിൻസിപ്പളിന് പരാതി കൊടുത്തു എന്നും പറഞ്ഞുള്ള മെസ്സേജിന്റെ വാട്സാപ്പിന്റെ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകളും മറ്റും എല്ലാം നമ്മളെല്ലാം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ തൃപ്തമാണോ? ഇതുവരയ്ക്കും തൃപ്തിയുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല.